ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ രാവിലെ സമയം എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവരെ, യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. ഈ രാവിലെ സമയം ചിന്തയ്ക്കാടുത്ത വിശുദ്ധ വേദഭാഗം വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം 12-13 വാക്യങ്ങൾ എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെ കണ്ടു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ ദൈവമക്കളെ, യോഹന്നാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ആത്മാവിൽ കാണുവാനായിടയായി തീർന്നു. യേശുവിനെ ആത്മാവിൽ യോഹന്നാൻ കണ്ടു. യേശു ജീവിച്ചിരിക്കുന്നു എന്ന് യോഹന്നാന് വ്യക്തമായി മനസ്സിലായി. മനുഷ്യപുത്രനായ ക്രിസ്തുവിനോടുകൂടെ യോഹന്നാൻ നടക്കുകയും ഇരിക്കുകയും അതിലുപരിയായിട്ട് യേശുവിൻ്റെ മാറോട് ചാരിയിരിക്കുകയും ചെയ്ത യോഹന്നാൻ ഇപ്പോൾ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷവും പല പ്രാവശ്യം യേശുവിനെ യോഹന്നാൻ നേരിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വ്യത്യസ്തമായ നിലയിലായിരുന്നു യേശുവിനെ യോഹന്നാൻ കണ്ടത്. കാരണം അതിൻ്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. യേശുക്രിസ്തുവിൻ്റെ 3.5 വർഷക്കാലം അത്ഭുതങ്ങളുടെ അടയാളങ്ങൾ നടത്തിയ സന്ദർഭത്തിൽ കർത്താവിനോടുകൂടെ നടന്ന യോഹന്നാൻ യേശുവിനെ കണ്ടിട്ട് മരിച്ചവനെ പോലെ ആയിത്തീർന്നില്ല. യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷവും കർത്താവ് ഏകദേശം 40 നാളോടെ ഈ ഭൂമിയിൽ സഞ്ചരിച്ച സാഹചര്യത്തിലും യോഹന്നാൻ യേശുവിനെ കണ്ടു. അപ്പോഴൊന്നും അവൻ മരിച്ചവനെ പോലെ ഒരവസ്ഥ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. എങ്കിൽ ഇപ്പോൾ യേശുവിനെ അവൻ കണ്ടിട്ട് മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി യെഹെസ്കേൽ കേബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നു, ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു എന്ന് യെഹെസ്കേൽ അവിടെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ 1-ാമത്തെ വീണ്ടും 28-ൽ ഇങ്ങനെ വായിക്കുന്നു: അതിൻ്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിൻ്റെ കാഴ്ച പോലെയായിരുന്നു. യഹോവയുടെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു യെഹെസ്കേൽ കണ്ടത്. അത് കണ്ടിട്ട് യെഹെസ്കേൽ കവിണ്ണു വീണു എന്ന് കാണുകയാണ് നമ്മുടെ വാക്യം വായിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു: സംസാരിക്കുന്ന ഒരുത്തൻ്റെ ശബ്ദം ഞാൻ കേട്ടു. യെഹെസ്കേൽ ആരാണ്? അവൻ പുരോഹിതനും പ്രവാചകനുമായിരുന്ന യെഹെസ്കേൽ ഇസ്രായേൽ ജനതയുടെ 70 വർഷത്തെ ബാബേൽ പ്രവാസകാലത്ത് വെച്ച് ഈ ദർശനങ്ങൾ കാണുവാനായിടയായി തീർന്നു. അപ്പോൾ യെഹെസ്കേൽ
ആ കെബാർ നദീതീരത്ത് വെച്ച് കണ്ട ആ സ്വർഗം തുറന്നിരിക്കുന്നതും ദിവ്യദർശനങ്ങളെ കണ്ടിട്ട് യെഹെസ്കേൽ കവിണ്ണു വീണു എന്ന് നമുക്ക് കാണുന്നുണ്ട്. അപ്രകാരം ദാനിയേൽ 10-9 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, എന്നാൽ ഞാൻ അവൻ്റെ വാക്കുകളുടെ ശബ്ദം കേട്ടു. അവൻ്റെ വാക്കുകളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് കവിണ്ണു വീണു എന്ന് ദാനിയേൽ പറയുകയാണ്. 16 വയസ്സുള്ള ദാനിയേൽ ഒരു തടവുകാരനായി ബാബിലോണിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി. ഒടുവിൽ ദാനിയേലിനെ അവിടെ കൊണ്ടുപോയിട്ട് എന്താ അവൻ്റെ ജോലി, ദാനിയേലിനെ രാജ്യസേവനത്തിനായിട്ട് തിരഞ്ഞെടുക്കുവാനായിടയായി തീർന്നു. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യാക്കോബ് ഒരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങിയുമായിരുന്നു. അവിടുന്ന് അവസാനിച്ചില്ല. നമ്മൾ പ്രവൃത്തി 7-ാമത്തെ വാക്യത്തിൽ സ്തേഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, യെഹെസ്കേലിന് ദൈവിക ദർശനം ഉണ്ടായപ്പോൾ അവൾ കവിണ്ണു വീണു. ദാനിയേലിന് ദൈവദർശനം ഉണ്ടായപ്പോൾ ബോധം കെട്ടു വീണു. യോഹന്നാൻ യേശുവിനെ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണുവാൻ ഇടയായിത്തീർന്നു. 86-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇപ്രകാരം പ്രാർത്ഥിച്ചു, നീയോ കർത്താവേ, കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തയുമുള്ളവൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. കൊരിന്ത്യർക്ക് പൗലോസ് ലേഖനം എഴുതിയപ്പോൾ ഇപ്രകാരം പറഞ്ഞു, മനസ്സിലുള്ള പിതാവും സർവാശ്വാസം നൽകുന്ന പിതാവായ ദൈവമെന്നാണ്. അപ്പോൾ നമ്മുടെ ദൈവം കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയും മനസ്സലിവും സർവാശ്വാസം നൽകുന്ന ദൈവം തന്നെയാണ്. അതുകൊണ്ട് ഈ സമയം ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ യേശു നമുക്കുള്ളതുകൊണ്ട് യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് നാം യേശുവിൻ്റെ അടുക്കൽ ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ കർത്താവ് യേശു നമ്മെ സഹായിക്കുകയും നമ്മെ ശക്തീകരിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഈ സമയം ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് നമുക്ക് ചെല്ലാം. നമുക്കെല്ലായ്പ്പോഴും ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. നമ്മുടെ കർത്താവ് എല്ലായ്പ്പോഴും നമ്മോട് കൂടെയുള്ള കർത്താവാണ്. നാം ദൈവസാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും കരുകുകയും യാചിക്കുകയും ചെയ്യുമ്പോൾ യോഹന്നാൻ കണ്ടതുപോലെ, യെഹെസ്കേൽ, ദാനിയേൽ, സ്തേഫാനോസൊക്കെ കണ്ടതുപോലെ ദൈവികമായ ദർശനങ്ങൾ, വെളിപ്പാടുകൾ നമ്മുടെ നല്ലവനായ കർത്താവ് നമുക്ക് നൽകി നമ്മെ മാനിക്കുവാനും അനുഗ്രഹിക്കാനും ഇടയായിത്തീരുമെന്ന് ഈ രാവിലെ സമയം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആകയാൽ യോഹന്നാൻ കർത്താവിനെ കണ്ടിട്ട് മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീഴുവാനായിടയായി തീർന്നു. ഹല്ലേലൂയ! എത്ര നല്ല ദൈവമാണ്. അവൻ വരുന്ന പുതിയ തലമുറകൾ, പുതിയ കാലഘട്ടം വരുവാൻ പോകുന്ന ന്യായവിധിയെയും ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചൊക്കെയും യോഹന്നാനെ കർത്താവ് പ്രദർശിപ്പിക്കുവാനിടയായിത്തീർന്നു. ആകയാൽ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ, വചനധ്യാനത്തോടെ, പഠനത്തോടു കൂടി ആയിരിക്കുമ്പോൾ ആമേൻ, നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിൽ നമുക്ക് എടുക്കപ്പെടുവാൻ ഇടയായിത്തീരും. കർത്താവ് നമ്മെ ഈ ഭൂമിയിലും അനുഗ്രഹിപ്പാനും മാനിപ്പാനും ഇടയായിത്തരും. പ്രാർത്ഥിക്കാൻ നല്ലവനും വിശ്വസ്തനുമായ ദൈവമേ, ആ യോഹന്നാൻ കർത്താവിനെ കണ്ടവൻ മരിച്ചവനെ പോലെ കവിഞ്ഞു വീണുവാൻ ഇടയായിത്തീർന്നു. അവൻ ദൈവീകമായ ദർശനങ്ങളെ കാണുവാൻ ഇടയായിത്തീർന്നല്ലോ. ഈ അന്ത്യനാളുകളിൽ കർത്താവ് അവയെ അടിയങ്ങൾക്കും അങ്ങയുടെ വലിയ ആലോചനകൾ നൽകി അങ്ങയുടെ വചനങ്ങളെ വായിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് യേശുവേ അവന് വളരെ ഭയഭക്തിയുടെ ഒരു നല്ല ജീവിതം നയിച്ച് അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്നവരായിരിക്കാൻ എളിയ മക്കളെ ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ടേക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോട് കേൾക്കണം നല്ല പിതാവേ,
ആമേൻ.